നാളെ മുതൽ ഓഗസ്റ്റ് മാസം വരെ നടക്കുന്ന പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ശരിക്കും പറഞ്ഞാൽ മിഷൻ 360യുമായിട്ടാണ് BJP വരുന്നത്. എന്താണ് മിഷൻ 360 എന്ന് ചോദിച്ചാൽ, മിഷൻ 360 540 സീറ്റുകളുള്ള അല്ലെങ്കിൽ എം പിമാരുള്ള 41 എം പിമാരുള്ള പാർലമെൻറ്റിൽ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരണമെങ്കിൽ 2/3 ഭൂരിപക്ഷം ആവശ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ 360 പേരുടെ ഭൂരിപക്ഷം ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരേണ്ടുന്ന നിരവധി വിഷയങ്ങളുമായിട്ടാണ് BJP ഇപ്രാവശ്യം പാർലമെൻറ്റിനെ സമീപിക്കുന്നത്. സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്, എല്ലാ പാർട്ടികളെയും വിളിച്ചിട്ടുണ്ട്. സർവകക്ഷി യോഗം വിളിക്കണമെന്ന് മല്ലികാർജ്ജുന ഖാർഗെയാണ് കത്ത് കൊടുത്തത്. അതിൻ്റെയും ഒരു പശ്ചാത്തലത്തിൽ കൂടെയാണ് സർവകക്ഷി യോഗം വിളിച്ചത്. പക്ഷേ സർവകക്ഷി യോഗത്തിലേക്കൊരു പ്രശ്നമുണ്ട്. തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയി 20 എം പിമാർ നാഷണൽ പ്രോഗ്രസ് പാർട്ടി എന്ന് പറയുന്ന മറ്റൊരു പാർട്ടിയിൽ ചേർന്നു. അവർ നാഷണൽ പ്രോഗ്രസ് പാർട്ടിയുടെ കത്തും ഭാരവാഹികളെ കത്തുമെല്ലാം കൊടുത്ത് അവരെ ഒരു ബ്ലോക്കായി അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ 20 എം പിമാർ അങ്ങനെ ഒന്നിച്ചടപടലം BJPയെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. ആം ആദ്മി പാർട്ടി എവിടെ നിൽക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയ ആശയക്കുഴപ്പമാണ്. സ്റ്റാലിൻ്റെ എം പിമാർ വോട്ട് ചെയ്യുമോ ഇല്ലേ എന്നതിനെ സംബന്ധിച്ചും ഇപ്പോൾ ആശങ്കയുണ്ട്. ചിലപ്പോൾ വോട്ട് ചെയ്തേക്കാം. ഇനി മഹാരാഷ്ട്രയിലേക്ക് വരുമ്പോൾ ഉദ്ധവ് താക്കറെയുടെയും ശരത് പവാറിൻ്റെയും അതുപോലെ തന്നെ ശിവസേന NCP എന്ന് പറയുന്ന സംവിധാനങ്ങൾ BJPയുമായി അടുത്ത് നിൽക്കണം എന്നുള്ള ചിന്തയിലേക്ക് വന്നിട്ടുണ്ട്. ശിവസേനയുടെ വിവിധ വിഭാഗങ്ങൾ ലയിക്കണമെന്നും അത് BJP സപ്പോർട്ട് ചെയ്യണമെന്നുള്ള മറ്റൊരു വാദവുമുണ്ട്. ഇതെല്ലാം ചെയ്തെടുക്കുമ്പോൾ പ്രതിപക്ഷ മുന്നണി ഉണ്ടോ എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. പാർട്ടികളുണ്ട്, പ്രതിപക്ഷ പാർട്ടികളുണ്ട്, പക്ഷെ പ്രതിപക്ഷ മുന്നണി ഉണ്ടോ? കോൺഗ്രസിനോടൊപ്പം നിന്ന് രാഹുൽ ഗാന്ധിയോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ സ്റ്റാലിൻ തയ്യാറല്ല. മമതാ ബാനർജി നിന്ന് പ്രവർത്തിച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമില്ല. കാരണം അവരുടെ കയ്യിൽ MP മാരില്ല, MLA മാരില്ല. പാർലമെൻറ്റിൽ സീറ്റ് വേണമല്ലോ, അല്ലെങ്കിൽ രാജ്യസഭയിൽ സീറ്റ് വേണമല്ലോ. അപ്പോൾ 2/3 ഭൂരിപക്ഷത്തോടു കൂടി വനിതാ ബില്ലും ഡീലിമിറ്റേഷൻ ബില്ലും പാസ്സാക്കുമോ? ഇതിനിടയിൽ കിടക്കുന്ന മറ്റൊരു വലിയ നിർദ്ദേശം 50% വനിതകൾക്ക് സംവരണം കൂടുതൽ, 50% സീറ്റുകൾ കൂട്ടിയാൽ വനിതകൾക്കുള്ള സംവരണം അനുവദിക്കാം എന്നൊരു ചർച്ചയും രാജ്യത്ത് ഇന്ത്യ മുന്നണിയിലെ പല പ്രതിപക്ഷ പാർട്ടികളും മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു സമീപനമായിരിക്കുമോ ഈ പാർലമെൻറ്റ് സെഷനിൽ നടക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. എന്നാൽ സർവകക്ഷി യോഗത്തിൽ ഒരു രസകരമായ കാര്യമുണ്ട്. എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. എല്ലാവരെയും എന്ന് പറഞ്ഞാൽ ഭരണകക്ഷിക്കാരുണ്ട്, പ്രതിപക്ഷത്തിൻ്റെ ഇന്ത്യ മുന്നണിയുണ്ട്, വിമതന്മാരായിട്ടുള്ളവരെയും വിളിച്ചിട്ടുണ്ട്. നാഷണൽ പ്രോഗ്രസ് പാർട്ടി, അതുപോലെ തന്നെ ഇടഞ്ഞു നിൽക്കുന്ന സ്റ്റാലിൻ്റെ പാർട്ടി, BJPയുമായി ലയിക്കണമോ അതോ തത്വാധിഷ്ഠിത നിലപാട് കൊടുത്ത് പിന്തുണ കൊടുത്താൽ മതിയോ എന്ന് ചിന്തിക്കുന്ന NCP വിഭാഗം, ഉദ്ധവ് താക്കറെയുടെയും ശിവസേനയുടെയും ഒക്കെ വിവിധ വിഭാഗങ്ങൾ, അങ്ങനെ വളരെ വ്യത്യസ്തമായി പ്രതിപക്ഷ മുന്നണിയിലെ ഇന്ത്യ മുന്നണിയിലെ ആശയക്കുഴപ്പമുള്ള എല്ലാവരെയും സെപ്പറേറ്റ് ബ്ലോക്കായി നിൽക്കുന്നവരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് BJPയുടെ വലിയ തന്ത്രമാണ്. അതുകൊണ്ട് സർവകക്ഷി യോഗത്തിൽ തന്നെ ഇതിൻ്റെ അജണ്ട പറയുമായിരിക്കും, പിന്തുണ അഭ്യർത്ഥിക്കുമായിരിക്കും എല്ലാവരുടെയും, പ്രധാനമന്ത്രി പങ്കെടുക്കുമായിരിക്കും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കും. പക്ഷേ ഇത് നടക്കുമ്പോൾ ഇന്ത്യ മുന്നണി പഴയതുപോലെ ശക്തമല്ല. നേരത്തെ അവർ വനിതാ ബില്ലിനെ നന്നായി പരാജയപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞു. പക്ഷെ ആ പരാജയപ്പെടുത്തൽ മാറി മിഷൻ 360യിലേക്ക് ആളെ ചേർത്ത് കൊണ്ടാണ് BJP ബില്ലിലേക്ക് പോകുന്നത്. 7ഓളം ബില്ലുകൾ വരുന്നു എന്ന് കേൾക്കുന്നു. അതിൽ ഒന്നെന്തായാലും വിമൻസ് ബില്ല് തന്നെയാണ്, റിസർവേഷൻ ബില്ല് തന്നെയാണ്. പിന്നെ വൺ ഇന്ത്യ വൺ ഇലക്ഷൻ എന്നുള്ള ബില്ല് വരുമോ, യൂണിഫോം സിവിൽ കോഡ് വരുമോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. പിന്നെ വിദ്യാഭ്യാസ രംഗത്തെ ഒരു പരിഷ്കാരം, UGCയും
അതുപോലെ തന്നെ AICTE ഒക്കെ കൂടെ മാറ്റിക്കൊണ്ടുള്ള പുതിയ വിദ്യാഭ്യാസ പോഷൻ അധിഷ്ഠാന അഭിയാൻ എന്നൊക്കെ പറയുന്ന പുതിയ പദ്ധതി വരുന്നു, പുതിയ സംവിധാനം. അപ്പോൾ എന്തായാലും 6-7 ബില്ല് വരുന്നുണ്ട്. അതിൽ ഭരണഘടനാ ഭേദഗതിക്കുള്ള ബില്ലുകളുണ്ട്. ആ ബില്ലുകളിൽ വളരെ പ്രധാനപ്പെട്ടാണ് വിമൻസ് പാർട്ടിസിപ്പേഷൻ ആൻഡ് വിമൻസ് റിസർവേഷൻ. അത് പാസ്സാക്കിയെടുത്താൽ 2029 തിരഞ്ഞെടുപ്പിന് വലിയ മാറ്റം NDAക്ക് കിട്ടും. NDAക്ക് ഒരു വലിയ ലാൻഡ്മാർക്കാവും എന്നുള്ള ചിന്ത NDA ക്യാമ്പിലുണ്ട്. അതുകൊണ്ട് ഇത് എങ്ങനെയാണ് വരിക എന്ന് നമുക്കറിയില്ല. എന്തായാലും വളരെ വലിയ ചർച്ചയാണ് നടക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം അവർ ചരിത്രത്തിലില്ലാത്ത വിധം എതിരാളികളെ പിളർക്കുന്നതിനും ഭിന്നിപ്പിക്കുന്നതിനും BJPക്ക് ശക്തമായി കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും ചാണക്യതന്ത്രം വിജയിച്ചിട്ടുണ്ട്. അമിത്ഷായുടെ ആ സൂത്രം, ചാണക്യ സൂത്രം ശക്തമായി വിജയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഗുണങ്ങൾ ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൽ കിട്ടുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അങ്ങനെ കിട്ടിയാൽ ബില്ലുകൾ പപ്പടം പോലെ പാസ്സാകും, ഏത് അവതരിപ്പിച്ചാലും. കിട്ടിയില്ലെങ്കിൽ വീണ്ടും ബുദ്ധിമുട്ടിലേക്ക് പോകും. അപ്പോൾ പ്രതിപക്ഷം എന്ത് നിലപാടെടുക്കും, അതുപോലെ തന്നെ പ്രതിപക്ഷത്തെ എത്ര ആളുകളെ അവർക്ക് കൂട്ടി നിർത്താൻ കഴിയും എന്നതിനെ ആശ്രയിച്ചായിരിക്കും പാർലമെൻറ്റിലെ ഓരോ നീക്കങ്ങളും. എന്തായാലും BJP വളരെ ശക്തമായ തീരുമാനമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പാർലമെൻറ്റിൽ അവർ തീർച്ചയായും വിജയിക്കും. ഓപ്പറേഷൻ 360, മിഷൻ 360 നേടിയിരിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് BJPയും NDA മുന്നണിയും പ്രധാനമന്ത്രിയും അമിത്ഷായും ഒക്കെ നീങ്ങുന്നത്.